വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. നല്ലൊരു ഗെയിമറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ഒരു 100% കൊടുക്കാം. അവളുടെ എല്ലാ സ്ട്രാറ്റജിയാണ് ഇവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം സത്യം. കരച്ചില്, ക്യൂട്ട്നെസ്, എന്തിനവസാനം വന്ന പ്രേമ. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. പ്രണയ അഭ്യർത്ഥനയിൽ പോലും അവളൊരു ഗെയിം കണ്ടെത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്റർടൈൻ ചെയ്യിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ലാലേട്ടാ. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? സഹാനുഭൂതി എന്ന് പറഞ്ഞ സാധനം ഒട്ടുമില്ല. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. 0 ഇടും. എന്നെ നാട്ടിക്കരുത്. നാറ്റിക്കില്ല. ആകെ നാറിയിരിക്കില്ല. പിന്നെന്തോ ഒരു ഭക്ഷണത്തിൽ ഒരു തരി ഭക്ഷണം കൊടുക്കുന്നതിൽ പോലും ഒരു സഹാനുഭൂതി കാണിക്കാത്ത ആളാണ്. അതെ, നാണമുണ്ടോ നിനക്ക്? നാണം. സഹാനുഭൂതി ഒട്ടുമില്ല. അടിപൊളി. അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. വിശ്വസ്തത അതും വേണ്ട. 0 ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളതില്ല. അതെ. സത്യസന്ധത. അയ്യോ, സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന് നീ. അത് താഴത്തേക്ക് ഞാനവിടെ സത്യസന്ധത സാധനം ഒട്ടും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. തൊട്ട് കണ്ടിട്ടില്ല. ചേട്ടാ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. സ്വന്തം നിലപാടിൽ ഒട്ടും സ്ഥിരതയില്ല. ഇഷ്ടമായി എനിക്ക്. 10%. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണെന്ന്. നാണവും മാനവും ഇത്തിരി കുറവാണെന്ന്.